തച്ചോലപ്പറമ്പിൽ കുടുംബ സ്വത്തായി ലഭിച്ച 5 സെന്റിലെ പണി പൂർത്തിയാവാത്ത കൊച്ചു വീട്ടിലാണ് ബിന്ദുവും അമ്മ സീതാലക്ഷ്മിയും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമിയും നവനീതുമെല്ലാം താമസിക്കുന്നത്. തുണിക്കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കൂലി കൊണ്ട് നെട്ടോട്ടമോടി ഉറ്റവരെ പോറ്റിയിരുന്ന, ദാരിദ്ര്യത്തോട് പടവെട്ടിയിരുന്ന ഒരു കുടുംബത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ കെട്ടിടത്തിനടിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചത്. അധികാരികളുടെ തികഞ്ഞ അനാസ്ഥ കൊണ്ടുണ്ടായ മരണം ഒരർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ്. ആളുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് അധികാരികൾ പറഞ്ഞ ശുചിമുറി കെട്ടിടം സ്ഥിരമായി രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിച്ചത് എങ്ങനെയാണ്? കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നുവെങ്കിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ വെച്ചുകൂടായിരുന്നു. അപകട ഭീഷണി ഉണ്ടായിട്ടും ബലക്ഷയം വന്ന കെട്ടിടം പുനർനിർമ്മിക്കുകയോ പൊളിച്ചു കളയുകയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? പഴയ കെട്ടിടം ഗുരുതരാവസ്ഥയിലായിട്ടും പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കാൻ മിനുക്കുപണികൾ പൂർത്തിയാക്കാൻ കാത്തുനിന്നത് എന്തിനാണ്? ഒടുവിൽ ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ വളരെ വേഗം പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ കഴിഞ്ഞതപ്പോൾ എങ്ങനെയാണ്? സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന എല്ലാ വർഷവും നടത്തണമെന്ന ഉത്തരവ് പാലിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ആരോഗ്യ വകുപ്പിനും സർക്കാരിനുമുണ്ട്. ന്യൂസ് ബസ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യുന്നു. ആരോഗ്യ കേരളം ബലക്ഷയത്തിൽ.